അക്ഷരാർത്ഥത്തിൻ്റെ വളരെ പ്രാധാന്യമുള്ള അക്ഷര അർത്ഥതലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം മോഷ്ടിക്കുന്നവരെ കുറിച്ചാണ് നമുക്ക് അക്ഷരാർത്ഥത്തിലെ അക്ഷരത്തിൻ്റെ അർത്ഥതലത്തിലെ പറയാനുള്ളത്. ജീവിതം എന്ന് പറഞ്ഞാൽ കർമ്മസമയമാണ്. കർമ്മം ചെയ്യാനുള്ള സമയത്തെയാണ് ജീവിതം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ശരീരത്തിൽ ആത്മാവ് പ്രവേശിക്കുക എന്ന് പറയുന്നത് കർമ്മം ചെയ്യാനാണ്. പരമാത്മാവ് ഏകമാണ്, ജീവാത്മാക്കൾ അനേകമാണ്. പരമാത്മാവ് അദ്വൈതമാണ്, അക്ഷരമാണ്. ജീവാത്മാവ് അനേകമാണ്. പരമാത്മാവ് പരമാർത്ഥമാണ്, ജീവാത്മാക്കൾ നാനാർത്ഥങ്ങളാണ്. ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ അർത്ഥതലങ്ങൾക്കനുസരിച്ചിട്ടാണ് ഒരു കർമ്മം അയാൾ ചെയ്യുന്നത്. അയാൾക്ക് അക്ഷരത്തിൻ്റെ മനസ്സിലാകുന്ന അർത്ഥതലത്തിലാണ് ഒരാൾ അയാളുടെ കർമ്മം ചെയ്യുന്നത്. കർമ്മം എന്ന് പറഞ്ഞാൽ ഒറ്റ വരിയിൽ നമുക്ക് അത് മനസ്സിലാക്കി വയ്ക്കാം. ധർമാനുഷ്ഠാനം കർമ്മം. ധർമ്മത്തെ അനുഷ്ഠിക്കുന്നതാണ് കർമ്മം. കർമ്മത്തെ അനുഷ്ഠിക്കുന്നത് അപ്പോൾ ധർമ്മവുമാകുന്നു. അപ്പോൾ ജീവാത്മാവ് ശരീരം സ്വീകരിക്കുന്നത് കർമ്മം ചെയ്യാനാണ്. അവന് മനസ്സിലാകുന്ന അർത്ഥതലങ്ങൾ ജീവിതത്തിൽ നടപ്പാക്കാൻ വേണ്ടിയാണ് ഒരു ജീവാത്മാവ് ശരീരം സ്വീകരിക്കുന്നത്. നമ്മുടെ മുമ്പത്തെ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പാർത്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാ എന്ന് പറഞ്ഞാൽ പാന, ലഭിക്കുക. ആർത്ത്, അർത്ഥം. പാർത്ഥ്, അർത്ഥം ലഭിച്ചവൻ. അർത്ഥം ലഭിച്ചവൻ കർമ്മം ചെയ്യാനുള്ള ആളാണ്. അയാൾ ധർമ്മം അനുഷ്ഠിക്കണം. ധർമാനുസൃതമായ കർമ്മം ചെയ്യാനുള്ളവനാണ് പാർത്ഥൻ. അർത്ഥ. അങ്ങനെ കർമ്മം ചെയ്യുന്നവനെ, ധർമാനുസൃതമായി കർമ്മം ചെയ്യുന്നവനെ തടസ്സപ്പെടുത്തുന്നവനെയാണ് അസുരൻ എന്ന് പറയുന്നത്. കർമ്മം തടസ്സപ്പെടുത്തുന്ന ആരെയും അസുരൻ എന്ന് വിളിക്കും. സമയം മോഷ്ടിക്കുന്ന, കർമ്മസമയമാകുന്ന ജീവിതം മോഷ്ടിക്കുന്ന ആളുകളെ അസുരന്മാരായി നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. നമ്മളുടെ ജീവിതത്തിൽ കർമ്മം ചെയ്യാൻ, ധർമ്മം ചെയ്യാൻ നമ്മളെ ആരൊക്കെ തടസ്സപ്പെടുത്തുന്നുവോ അവരൊക്കെ നമ്മുടെ കർമ്മമാകുന്ന ജീവിത സമയം മോഷ്ടിക്കുന്നവരാണ്. ഭാരതത്തിൽ കർമ്മമാകുന്ന ജീവിത സമയം മോഷ്ടിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ല. ഭാരതം ഇന്ത്യയായപ്പോൾ, ഇന്ത്യ അനർത്ഥമാണ്, അർത്ഥമില്ല. ഭാരതം ഇന്ത്യയാക്കപ്പെട്ടപ്പോൾ കർമ്മസമയമാകുന്ന ജീവിതം മോഷ്ടിക്കുന്നവർ യഥേഷ്ടം ഇവിടെ വന്നുകൂടി. അല്ലെങ്കിൽ അസുര ജന്മങ്ങൾ ഒരുപാട് ഇവിടെ മുളച്ചു പൊന്തി. അസുരന്മാർ ഭാരതത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതഭൂമി എന്ന് പറയുന്നത് അസുരദേശമല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ പലയിടത്തും അവിടെ ഇവിടെയും കുറേ അസുരന്മാരുണ്ടായിരുന്നു. അല്ലാതെ അസുരന്മാർ കൂട്ടമായി പാർപ്പിടം ഇവിടെ ഉണ്ടായിരുന്നില്ല.
അതുകൊണ്ടാണ് അസുരന്മാരൊക്കെ സ്ഥലമായിട്ട് ശ്രീലങ്ക ഒക്കെ പറയണത്, ലങ്ക എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. അത് ആശയമാണ്. പക്ഷേ ഭാരതം എന്ന് പറയുന്ന അർത്ഥവത്തായ സ്ഥലം ഇന്ത്യ എന്ന് പറയുന്ന അനർത്ഥമാക്കി മാറ്റപ്പെട്ടപ്പോൾ അസുരന്മാരെ എണ്ണം വളരെ അങ്ങോട്ട് പെരുകി. അവർ ഈ അസുരന്മാരെ ജീവിതമാകുന്ന കർമ്മ സമയത്തെ മോഷ്ടിക്കാൻ ആരംഭിച്ചു. ജീവിതത്തിലെ കർമ്മത്തെ തടസ്സപ്പെടുത്തി. ഒരാൾ കർമ്മം ചെയ്യാൻ പോകുമ്പോൾ അയാളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തി, അയാളുടെ കർമ്മത്തെ തടസ്സപ്പെടുത്തി, അയാളുടെ സമയം, ജീവിതമാകുന്ന സമയം മോഷ്ടിച്ചു. അത്രയും ക്രൂരന്മാരായ അസുരന്മാരെ ഇന്ത്യ എന്ന് പറയുന്ന തട്ടിപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ഒരാൾ എന്തെങ്കിലും നിങ്ങളുടെ കർമ്മം നിങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ അപ്പം പറഞ്ഞു നിങ്ങൾക്ക് ലൈസൻസ് എടുക്കണം, നിങ്ങൾക്ക് രജിസ്ട്രേഷൻ വേണം. നിങ്ങളുടെ കർമ്മം ചെയ്യാൻ നിങ്ങൾ അനുവദിക്കേ, അതിനുശേഷം മതി ഇതൊക്കെ. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മത്തിന് നിങ്ങൾക്ക് ആ രജിസ്ട്രേഷൻ എടുക്കാൻ അല്ലെങ്കിൽ ലൈസൻസ് എടുക്കാൻ നിങ്ങളുടെ ജീവിത സമയം വീണ്ടും നിങ്ങൾ ഇഷ്ടം പോലെ ഉപയോഗിക്കേണ്ടി വരും. ആ സമയം നിങ്ങൾക്ക് ആരെങ്കിലും തിരിച്ചു തരൂ? നിങ്ങൾ എന്തെങ്കിലും കുറ്റം നിങ്ങൾ ആരോപിച്ചു, ഈ ആരോപിച്ചതിന് ശേഷം നിങ്ങളെ പിടിച്ചിട്ട് ഏതെങ്കിലും കാരാഗൃഹത്തിൽ കൊണ്ടിട്ടു. ആരോപണമാണ് കേട്ടോ. 1 മാസം അങ്ങനെ കിടക്കട്ടെ, 3 മാസം അങ്ങനെ കിടക്കട്ടെ, 1 ദിവസം അങ്ങനെ കിടക്കട്ടെ. നിങ്ങളുടെ കർമ്മസമയമാണ് നിങ്ങൾക്ക് നഷ്ടമാവുന്നത്, ഭാരതീയ നഷ്ടമാവുന്നത്. ആ കർമ്മസമയം നിങ്ങൾക്ക് തിരിച്ചു തരൂ. ആരോപണം കഴിഞ്ഞു, ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന് കോടതികളല്ല, കോർട്ടുകൾ അവരെ തൊള്ളോണ്ട് പറഞ്ഞു. നഷ്ടപ്പെട്ട 3 മാസം കർമ്മസമയം ആര് തരും? 1 ദിവസം, 1 മണിക്കൂർ, 1 നിമിഷം പോലും ഈ പറയുന്ന കള്ള ഇന്ത്യൻ സിസ്റ്റങ്ങൾക്ക് നിങ്ങൾക്ക് ജീവിത കർമ്മസമയം തിരിച്ചു തരാൻ സാധ്യമല്ല. ഈ കർമ്മസമയം മോഷ്ടിക്കുകയാണ് നിങ്ങളിൽ നിന്ന്. നിങ്ങളെ അസുരന്മാർ വന്നിട്ട് നിങ്ങളുടെ കർമ്മസമയം മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ്. ഈ സിസ്റ്റത്തിലൂടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്തതാണ്. നിങ്ങളൊരു ഇടത്തിലേക്ക്, ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു ഇടത്തിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ അവരെ നിങ്ങളെ 50 പ്രാവശ്യം ഓടിക്കും, 10 പ്രാവശ്യം ഓടിക്കും. നിങ്ങൾ അവിടേക്ക് പോകുന്നു, ഇവിടേക്ക് പോകുന്നു. ഈ കർമ്മസമയം ആര് തരും? എന്തിനാണ് ഈ ഒരാൾ കർമ്മം ചെയ്യാൻ പോകുമ്പോൾ ആദ്യം തന്നെ തടസ്സം ഉണ്ടാക്കുന്നത്? ഒരാൾ ജീവിച്ചു പോകുമ്പോൾ അയാൾ ജീവിച്ചു പോട്ടെ, അതിനുശേഷം നമുക്കത് ആലോചിച്ചാൽ പോരെ. അപ്പോൾ കർമ്മസമയം എന്ന് പറയുന്നത്, നമ്മൾ രാജഭരണം ഉണ്ടായിരുന്ന കാലം നിങ്ങൾ ആലോചിക്കുക. ഇവിടെ ഈ രാജാവിൻ്റെ നിന്ന് ലൈസൻസ് എടുക്കണ്ടായിരുന്നോ? ഭാരതത്തിൽ ലൈസൻസ് എന്ന് പറയുന്ന പുലിയാട്ടുണ്ടായിരുന്നില്ല. ഒരാൾ മീൻ കച്ചവടം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഒരാൾ ഭക്ഷണ വ്യാപാരം നടത്തുന്നുണ്ട്, ഒരാൾ ഒരു സത്രം നടത്തുന്നുണ്ട്, അയാൾ ലൈസൻസ് എടുക്കണമായിരുന്നു. ഒരാൾ കത്തി മുറിച്ചിട്ടുണ്ട്, കൊല്ലൻ കത്തി ഉണ്ടാക്കുന്നുണ്ട്, അയാൾ വിൽക്കുന്നുണ്ട്, അതിന് ലൈസൻസ് എടുക്കണമായിരുന്നോ? ലൈ സെൻസാണ്, അർത്ഥമില്ല. ലൈ ഫോൾസ് ആണ്, സെൻസാണ്. ഫോൾസ് സെൻസാണ്. ഇംഗ്ലീഷിൽ അവരുടെ മീനിങ്ങാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പഠിപ്പിക്കാത്ത ഞാൻ പറഞ്ഞിട്ടില്ല, പരിശീലിപ്പിച്ചിട്ടുള്ളതാ. എല്ലാറ്റിനും ഇതുപോലെ പറയുന്നതൊന്ന്, ചെയ്യുന്നത് വേറെ ഒന്ന്. കർമ്മ തടസ്സമാണ് എല്ലായിടത്തും നിങ്ങൾ കാണുന്നത്. ഈ കർമ്മ തടസ്സം എന്ന് പറഞ്ഞാൽ ധർമ്മ തടസ്സമാണ്. അത് അസുരമാണ്. അസുരന്മാരുടെ കയ്യിലിരിപ്പാണ് ധർമ്മത്തെ, കർമ്മത്തെ തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത്. അഥവാ കർമ്മസമയമാകുന്ന ജീവിതത്തിൻ്റെ സമയത്തെ മോഷ്ടിച്ചു കൊണ്ടുപോകുക എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം ഓരോ ഭാരതീയനും. അക്ഷരത്തിൻ്റെ അർത്ഥതലങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരാൾക്ക് സമയം കൂട്ടാനോ കുറയ്ക്കാനോ സാധ്യമല്ല. നിങ്ങൾക്ക് ചെയ്യാനുള്ള കർമ്മം തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് അസുരന്മാരാണ് ചെയ്യുന്നത്.
അനർത്ഥമാണ് അവിടെ അടിച്ചേൽപ്പിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിത സമയം, നിങ്ങളുടെ കർമ്മം ചെയ്യാനുള്ള ജീവിത സമയം, നിങ്ങൾക്ക് ധർമ്മം പാലിക്കാനുള്ള ജീവിത സമയം നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാവണം. അർത്ഥതലങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അക്ഷരത്തിൻ്റെ അർത്ഥതലങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളിത് ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം ഇത് സത്യമാണ്. അക്ഷരാർത്ഥത്തിൽ ഇവിടെ പറയുന്ന എല്ലാം സത്യമാണ്. സത്യമേ പറയൂ. കർമാനുഷ്ഠാനമാകുന്ന ധർമ്മം, ധർമാനുഷ്ഠാനമായ കർമ്മം അത് ചെയ്യാൻ ശരീരമെടുത്തിട്ടുള്ള എല്ലാവരും, എല്ലാ ഭാരതീയരും ഉത്തരവാദികളാണ്. അത് ചെയ്യാൻ തയ്യാറാവാത്തവർക്ക് കാലത്തിൻ്റെ മുന്നിൽ, സമയത്തിൻ്റെ മുന്നിൽ, ഈശ്വരൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. അത് 1000 ജന്മങ്ങളോ 10,000 ജന്മങ്ങളോ ആയി മറുപടി പറയേണ്ടി വരും. പുഴുവായും ഈച്ചയായും പട്ടിയായും കൊതുകായും ജീവിച്ച് തീർക്കേണ്ടി വരും, നരകിക്കേണ്ടി വരും. നിങ്ങളുടെ കർമ്മം, നിങ്ങളുടെ ധർമ്മം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ ഇത് വളരെ ഈ ജീവിത സമയം മോഷ്ടിക്കുന്ന അസുരന്മാരെക്കുറിച്ച്, മോഷ്ടാക്കളെക്കുറിച്ച് ഇത്രയും വ്യക്തമായി പറയാൻ ഈ അക്ഷരാർത്ഥത്തിൻ്റെ വേദി ഉപയോഗിച്ചത്. എല്ലാവരുടെയും മനസ്സിൽ ഈ സത്യം വിളങ്ങട്ടെ. ധർമ്മോ രക്ഷതി രക്ഷിത. നന്ദി, നമസ്കാരം.